വീണ്ടും നിരുത്തരവാദ പ്രസ്താവനയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. സഭയിലാണ് സംസാരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ഓർക്കണമെന്ന് സ്പീക്കർ ഓം ബിർളയും പറഞ്ഞു. രാജ്യത്തെ സർവകലാശാലകൾ അന്ധഭക്തരെ സൃഷ്ടിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം കൊള്ളയടിക്കലാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. So these are the three categories: student, idiot and andhbhakt who follows the idiot. Now വിദ്യാർത്ഥി സമരത്തിന് നേർക്ക് വെടിവെക്കാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടെന്ന രാഹുലിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. തന്നോട് ഒരു പെൺകുട്ടി സംസാരിച്ചപ്പോൾ നിങ്ങളെ ബഹുമാനമില്ലാത്തവരെന്ന് മുദ്ര കുത്തുന്നവരെ നിങ്ങൾ എന്ത് വിളിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇഡിയറ്റ് എന്ന് മറുപടി നൽകിയെന്ന പരാമർശവും രാഹുലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇങ്ങനെ രാഹുൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നത്. രാഹുൽ സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്നും നിരുത്തരവാദപരമായാണ് രാഹുൽ സംസാരിക്കുന്നതെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി. राहुल जी को सम्मान देते हैं, हम इज्जत से हम फिर से कहना चाहते हैं, आपने अन पार्लियामेंट्री वर्ड का इस्तेमाल किया, इसलिए हमारे यहाँ लोग उत्तेजित हुए हैं. अपने आप में तो नहीं हुए, और आपको मालूम है ये अन पार्लियामेंट्री एक्सप्रेशंस तो हमने तो नहीं बनाया. ये जो यहाँ जितना शब्द लिखे हैं जो आप पार्लियामेंट में नहीं कह सकते हैं, ये नियम हमने नहीं बनाया. പരാമർശം പിൻവലിച്ച് പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണമെന്ന ആവശ്യം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. രാഹുലിന്റെ പരാമർശത്തിനെതിരെ ഭരണപക്ഷം രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. രാഹുലിന്റെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. സഭയിലാണ് സംസാരിക്കുന്നതെന്ന് രാഹുൽ ഓർക്കണമെന്ന പരാമർശം ലോക്സഭാ സ്പീക്കറുടെ ഭാഗത്തു നിന്നുമുണ്ടായി. പ്രതിപക്ഷ നേതാവിന്റെ നിരുത്തരവാദ സമീപനം തുറന്നുകാട്ടിയാണ് ഭരണപക്ഷാംഗങ്ങൾ സഭയിൽ പ്രതിഷേധിച്ചത്. ജനം, ഡൽഹി.